കേന്ദ്ര സർക്കാരിൻ്റെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളും സ്കീമുകളും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല എന്ത് പ്രോജക്റ്റുകളാണ് ഉള്ളത്. പിന്നെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് മുക്തി നേടണമെന്ന് തോന്നിയാൽ വിളിച്ച് സഹായം ചോദിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ വരെയുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് ആ നമ്പർ അറിയാം? പെൺകുട്ടികൾ ഇതിന് അടിമപ്പെടാൻ സാഹചര്യമില്ല എന്ന രീതിയിൽ പലരും വിചാരിക്കും. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിൽ എടുത്ത് നോക്കിയാൽ, സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയാസിലും ഒക്കെ തന്നെ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ കാണുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുമ്പോൾ അതിൽ 2 പേരെങ്കിലും പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വ്യക്തിയും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ തിരിച്ചറിഞ്ഞ് ആരോഗ്യകരവും അതുപോലെ സുരക്ഷിതവും അന്തസ്സുള്ളതുമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം പുരോഗതിയിലെത്തുന്നത്. നമസ്കാരം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും അതുകൂടാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ചേർന്നുകൊണ്ട് തലസ്ഥാനത്ത് ഒരു ബോധവൽക്കരണ പരിപാടി നടക്കുകയാണ്. അതായത് ഈ ഒരു പരിപാടിയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് തലസ്ഥാനത്തെ അംഗനവാടി ടീച്ചർമാരാണ്. ഈ അംഗനവാടി ടീച്ചർമാർക്കുള്ള ബോധവൽക്കരണമാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരത്തെ കമലേശ്വരം കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നത്. പ്രധാനമായും ഇവിടെ എടുത്തു പറയേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണമായുള്ളൊരു ബോധവൽക്കരണമാണ്. അതായത് കേരളത്തിന് ലഭിക്കേണ്ട പല തുകകളും, അതായത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പല തുകകളും നിലവിലിപ്പോൾ കേരളത്തിന് ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തന്നെ ഇത് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ടുകളുമാണ്. പല പദ്ധതികളെക്കുറിച്ചും ജനങ്ങൾക്ക് തന്നെ അവബോധമില്ലാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അംഗനവാടി ടീച്ചർമാർക്ക് അവബോധം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. മേയർ വി രാജേഷ് ആയിരുന്നു ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം നിലവിലിപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നിവിടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇന്നും നാളെയുമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പൊതുജന ബോധവൽക്കരണ പരിപാടിയാണ് നടക്കുന്നത്. വേദിയിലും താഴെയിരിക്കുന്ന പലരെയും ഈ സുപരിചിതമായ മുഖങ്ങളാണ്. നിങ്ങളെ ഇതിനു മുന്നേയും നമ്മൾ പല പരിപാടിക്കും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നമ്മുടെ ഒരു ബോധവൽക്കരണ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളും അവയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണവുമാണ്. ഭാരതീയ ന്യായ സംഹിത, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ത്യൻ പീനൽ കോഡ് മാറ്റിയിട്ട് പകരം വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സ്ത്രീ നിയമങ്ങൾ, അതിനെക്കുറിച്ച് ഇന്നൊരു സെഷൻ ഉണ്ടാവും. അതിനുശേഷം നശാമുക്ത് ഭാരത് അഭിയാൻ, ലഹരിയുടെ കാണാക്കയങ്ങൾ, ആ ഒരു വിഷയത്തെക്കുറിച്ചും ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ബോധവൽക്കരണവും ഉണ്ടാവും. ICDS പ്രവർത്തകരിലേക്ക് ഇത്തരം ക്ലാസ്സുകൾ എത്തിക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു വിശ്വാസം, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്കും ഈ ആശയങ്ങളും അറിവുകളും പങ്കുവെക്കും എന്നുള്ളതാണ്. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള ആളുകളിലേക്ക് ഈ അറിവുകൾ എത്തപ്പെടും എന്ന് നമ്മുടെ വിശ്വാസം. ഈ 2 ദിവസം ഇവിടെ നടക്കുന്ന പരിപാടി വെറുതെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമല്ല, നമുക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാനും നിങ്ങളുടെ ആശയങ്ങൾ ഇങ്ങോട്ട് പങ്കുവെക്കാനും നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ സമൂഹത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ഇത്തരം പരിപാടിക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 2 ദിവസത്തെ പരിപാടികൾ എല്ലാവരും കൃത്യമായിട്ട്, ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, വേണ്ട കുറിപ്പുകൾ എഴുതുക. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഒരു പെട്ടെന്ന് ഈ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ, ഒരു ആവശ്യത്തിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരു സൈബർ ക്രൈമിൻ്റെ ഇതിലാണെങ്കിലും ഒരു ലഹരിയുടെ പ്രശ്നം, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണ് ലഹരി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയുള്ള മാർഗങ്ങളുണ്ട് എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ
നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഒരുപാട് സന്തോഷം ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ. അപ്പോൾ കാരണം ഞാൻ വന്നപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അറിയില്ലായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എന്ന രീതി എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ക്ഷണിക്കാൻ വന്ന ജൂനിയർ മാമാണ്. അപ്പോൾ മാം എന്നോട് പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളും അതുപോലെ പ്രോജക്റ്റുകളും ഒക്കെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം പലർക്കും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളും സ്കീമുകളും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല എന്ത് പ്രോജക്റ്റുകളാണ് ഉള്ളത്. നിരവധിയായിട്ടുള്ള തുകകളൊക്കെ തന്നെ ഓരോ വർഷവും നിരവധി പദ്ധതികൾക്ക് മാറ്റിവെക്കുന്നത്. പക്ഷെ പലർക്കും ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് അറിയാൻ സാധിക്കാത്തതിൻ്റെ അവസരം പലതും അറിയുന്നില്ല. അത് കൃത്യമായിട്ട് അർഹരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് ഇത് എത്തുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകയിരുത്തിയ തുകകൾ പലതും ലാപ്സായി പോകുന്ന സാഹചര്യം നമ്മൾ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പ്രോഗ്രാം നിങ്ങൾ സംഘടിപ്പിച്ചതിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. അത് കൃത്യമായിട്ട് അംഗൻവാടിയുടെ ടീച്ചേഴ്സും ഒക്കെ തന്നെയുണ്ട്, ICDCയുടെ ആൾക്കാരും അതുപോലെ കോർപ്പറേഷൻ്റെ കൗൺസിലേഴ്സും ബാക്കി മെമ്പേഴ്സും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഹാളിൽ ഒതുങ്ങി നിൽക്കാതെ ഇത്തരം നിരവധി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ തന്നെ എല്ലാവരിലേക്കും വാർഡ് തലത്തിൽ എത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ എല്ലാവരും എടുക്കണം. നമുക്കറിയാം അംഗൻവാടി ടീച്ചേഴ്സാണ് കൂടുതലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അംഗൻവാടി ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലേ ആണ് ഓക്കെ. പലരും പറയും അംഗൻവാടി ടീച്ചേഴ്സ് എന്താ ജോലി എന്ന് കേട്ടിട്ടുള്ളത്. ഞാൻ പലരും കേട്ടിട്ടുണ്ട്. നമ്മൾ കൗൺസിലേഴ്സായിട്ടിരിക്കുമ്പോൾ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ് അല്ലേ എന്താ ജോലി, കുട്ടികളെ മാത്രം നോക്കുക, അത്രയല്ലേ ജോലിയുള്ളൂ എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ അംഗൻവാടിയിൽ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 10-15 ഫയൽസ് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. രജിസ്റ്റർ ഉണ്ടായിരിക്കും. കാരണം ഓരോന്നിനും ഓരോ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇത്രത്തോളം ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓരോർക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല അംഗൻവാടി ടീച്ചേഴ്സിന്. അപ്പം അത്രത്തോളം വലിയൊരു ബേർഡനാണ് അവർക്ക്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു പദ്ധതി നിങ്ങൾക്ക് എല്ലാവരും കേൾക്കണം. കാരണം നമുക്കറിയാം പല പദ്ധതികളുണ്ട്. ഇപ്പോൾ സ്വച്ഛ് ഭാരത്, നമ്മുടെ തിരുവനന്തപുരം നഗരം മാത്രമല്ല നമ്മുടെ നഗരങ്ങളൊക്കെ തന്നെ ശുചിയായിരിക്കുക, മാലിന്യമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്വച്ഛ് ഭാരത് മിഷൻ അതിൻ്റെ ഇപ്പോൾ അർബൻ 2 നടക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പലർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് സാങ്കേതിക തടസ്സം കാരണം അതെന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമായിരിക്കും. കുറച്ച് തടസ്സങ്ങൾ കാരണം അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ സർക്കാർ അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്നും മേയറും അതുപോലെയുള്ള ബാക്കി എല്ലാവരും തന്നെ മന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന, കാരണം സ്ഥലം ഉള്ളവർക്ക് വീട് വയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പദ്ധതിയാണ്. അത് ഏകദേശം കഴിഞ്ഞ ഞങ്ങൾ കൗൺസിലറായിരുന്നപ്പോൾ തന്നെ പല വാർഡുകളിലും ഒരു വാർഡിൽ തന്നെ 400-500 പേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് PMAY, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന ഈ ഒരു പദ്ധതി വന്നപ്പോൾ. അപ്പോൾ അത്രത്തോളം ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു വലിയൊരു സഹായമാണ്. ഇപ്പോൾ 4 ലക്ഷം എന്ന് പറയും, 4.25 ലക്ഷം, 5 ലക്ഷം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും നിസ്സാരമായിട്ടുള്ള തുകയാണ്, അത് നമുക്ക് അതുകൊണ്ടൊന്നും ആവില്ല എന്നുള്ളത്. പക്ഷേ പലരും ഞങ്ങൾ കണ്ടു 600 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഈ 4 ലക്ഷം രൂപ മുതൽ മുടക്കി വച്ച ആളുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പദ്ധതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതി, അതുപോലെ അമൃത് പദ്ധതി പ്രകാരം നമ്മൾ തിരുവനന്തപുരം നഗരം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാവർക്കും സൗജന്യമായിട്ട് കുടിവെള്ളം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ഓടകൾ നിർമ്മിക്കുന്നതിനൊക്കെ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി കൊണ്ട് നമുക്ക് സാധിച്ചു. ഇതൊക്കെ തന്നെ 2.0 നമ്മൾ നിൽക്കുകയാണ്. അമൃതിൻ്റെയും 2.0 ആണ് അർബൻ. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ 2.0 നമ്മൾ നിൽക്കുകയാണ്. അതുപോലെ സ്മാർട്ട് സിറ്റിയിൽ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ പണ്ട് പലപ്പോഴും നമ്മളെ കൗൺസിലേഴ്സ് പലരും സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ തന്നെ കാളവണ്ടി പോയ റോഡുകളാണ് ഇപ്പോൾ പല സ്ഥലത്തും നമുക്കത് സ്മാർട്ട് സിറ്റി മുഖേന നമ്മൾ ആ റോഡുകളെല്ലാം സ്മാർട്ട് റോഡുകളാക്കാനും അതുപോലെ തന്നെ സ്മാർട്ട് അംഗൻവാടികളാക്കാനും അതുപോലെ സ്മാർട്ട് വാക്ക് വേ ഒക്കെ തന്നെ സ്മാർട്ട് ആക്കാനും ഒക്കെ തന്നെയുള്ള സ്മാർട്ട് സിറ്റികളെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ തന്നെ വേർഷൻ 2 വരികയാണ്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് പലർക്കും അറിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പോലെ തന്നെ PM സ്വാനിധി ഉണ്ട്, PM വിശ്വകർമ്മ യോജനയുണ്ട്. ഇതൊക്കെ തന്നെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കുക. നമ്മൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിട്ടാണ് വാർഡ് തലത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അതും പലപ്പോഴും നമ്മൾ എല്ലാ പേർക്കും എല്ലാ 101 വാർഡുകൾ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ട് എങ്കിൽ 101 വാർഡുകളും എല്ലാ ആളുകളും അറിയണമെന്നില്ല. അപ്പോൾ അവിടെയാണ് തീർച്ചയായിട്ടും ഇത്തരം
പ്രോഗ്രാംസിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രയോജനം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു അതായത് സ്കീംസിനെ കുറിച്ചും ഒക്കെ തന്നെ ഏകദേശം എനിക്ക് 200-ലധികം സ്കീമുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും സ്കീമുകളൊക്കെ തന്നെ നിങ്ങളെല്ലാം തന്നെ ഇത് മനസ്സിലാക്കി അർഹരായിട്ടുള്ള ഓരോ ആളുകൾക്കിടയിലേക്ക് നമ്മൾ എത്തിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പലരും അറിഞ്ഞില്ല എന്നൊരു സാഹചര്യം വന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പല ഫണ്ടുകളും ഒക്കെ തന്നെ ലാപ്സായി പോകാറുണ്ട്. അപ്പോൾ ഇനി അതങ്ങനെ ഉണ്ടാകരുത്. എല്ലാവരും വാർഡ് തലത്തിൽ ഇത്തരം സ്കീമുകളെല്ലാം തന്നെ അറിയിച്ച് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമം ഉണ്ടാകണം. അതുപോലെ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോറടിക്കാത്ത ക്ലാസ്സുകളായിരിക്കും. ഇന്ന് നല്ല 2 ക്ലാസ്സുകളാണ്, പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഞാനും പല വേദിയിലും സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കുഞ്ഞു മക്കളും ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്ന സാഹചര്യമാണ്. ഞാനൊരു പല സ്ഥലത്തും സൂചിപ്പിച്ചതാണ്. ഒരമ്മ ഒരു ദിവസം ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് ആ അമ്മ ഓടി വന്ന് എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ മകനെ ഒന്ന് പോലീസിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരമ്മ സ്വന്തം മകനെ പോലീസിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറയണമെങ്കിൽ ആ അമ്മ ആ മകനെ കൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ മകൻ സ്വന്തം വീട്ടിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്ന പരാക്രമം ആ അമ്മയ്ക്കോ ആ വീട്ടുകാർക്കോ സഹിക്കാൻ പറ്റാത്ത സാഹചര്യമായി. സ്വന്തം സഹോദരിക്ക് വസ്ത്രം മാറാൻ പോലും പറ്റാത്ത രീതിയിൽ ആ മകൻ അവിടെ പെരുമാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രയും ഗതികെട്ടിട്ടാണ് ആ അമ്മ, കാരണം ആ അമ്മ തടയാൻ ചെന്നപ്പോൾ അമ്മയെ വെട്ടുകത്തിക്കൊണ്ട് ഈ മകൻ ഓടിക്കുകയാണ്, നാട്ടുകാരെ ഓടിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് സ്വന്തം മകനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇതൊക്കെ തന്നെ ആ മകന്റെ തലയിൽ ലഹരിയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യം കൊണ്ട് ആ മകൻ സ്വന്തം മുന്നിൽ നിൽക്കുന്ന സഹോദരിയാണോ അമ്മയാണോ അച്ഛനാണോ എന്ന് ആ മകനെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടായത്. ഇത് ഒരു കേസിൽ മാത്രമല്ല, നിരവധിയായിട്ടുള്ള കേസുകൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന കൂട്ടുകാരാണ് അവർ അത് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അച്ഛനും അമ്മയുമാണ് സ്വന്തക്കാരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പലരും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് നമ്മൾ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെ തട്ടിലിറങ്ങി നമ്മുടെ വാർഡ് തലത്തിലുള്ള കുഞ്ഞു മക്കൾക്ക് മുതൽ അവരുടെ പാരൻസിനായാലും അപ്പോൾ അഡോളസൻസ് പീരീഡ്സുള്ള എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. നമ്മൾ പലരും വിചാരിക്കും പെൺകുട്ടികൾ ഇതിന് അടിമപ്പെടാൻ സാഹചര്യമില്ല എന്ന രീതിയിൽ പലരും വിചാരിക്കും. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിൽ എടുത്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയാസിലും ഒക്കെ തന്നെ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ കാണുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുമ്പോൾ അതിൽ 2 പേരെങ്കിലും പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കും അതിൻ്റെ ക്ലാസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വ്യക്തിയും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ തിരിച്ചറിഞ്ഞ് ആരോഗ്യകരവും അതുപോലെ സുരക്ഷിതവും അന്തസ്സുള്ളതുമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം പുരോഗതിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടിയിൽ നമ്മൾ വളരെ വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. നശാ മുക്ത് ഭാരത് അഭിയാൻ, ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ 2020 ഈ ഒരു ഭാരതം ലഹരി മുക്തമാക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇതിന് കീഴിലായിട്ട് ഓരോ ജില്ലയിലും ഡി അഡിക്ഷൻ സെന്ററുകളും റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് മുക്തി നേടണമെന്ന് തോന്നിയാൽ വിളിച്ച് സഹായം ചോദിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ വരെയുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് ആ നമ്പർ അറിയാം? അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ലഹരി മുക്ത ഭാരതത്തെ കുറിച്ചുണ്ടാവുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും. ഒരു സ്ത്രീ അവളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവതിയായാൽ മാത്രമേ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അവൾക്കത് തിരിച്ചറിയാനും ശബ്ദമുയർത്താനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീ നിയമങ്ങളെക്കുറിച്ചും പിന്നെ BNS ഭാരതീയ ന്യായ സംഹിതയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്ത്രീകൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ. ശരിക്കും സ്ത്രീകൾക്കെതിരെയുള്ള പല കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ശിക്ഷ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ വേറെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത്തരം അറിവുകൾ ലഭിക്കും. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക സാമൂഹിക മാറ്റങ്ങൾക്കും പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ ആരോഗ്യ മേഖലയിലെ നല്ല സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിശബ്ദമായി പ്രയത്നിച്ചവരാണ് ICDS അംഗൻവാടി പ്രവർത്തകർ.
അപ്പോൾ ഈ ഒരു കാര്യത്തിലും ഇത്തരം വിഷയങ്ങളിലും നിങ്ങളുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകണം. ഈ അറിവൊന്നും ഈ ഒരു വേദിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ നിങ്ങൾ പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പരിപാടി വിജയകരമാകൂ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് ഈ പരിപാടിയുടെ സക്സസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലഹരിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളിൽ വരുന്ന ചെറിയ മാറ്റം ശരിക്കും മാതാപിതാക്കളല്ല, അംഗൻവാടി പ്രവർത്തകരായിരിക്കും ആദ്യം തിരിച്ചറിയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ അതിനൊക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കും. പിന്നെ ഈ സൈബർ സുരക്ഷ, നമ്മളിപ്പോൾ ശരിക്കും ഒരു സൈബർ ലോകത്താണ് ജീവിക്കുന്നത് അല്ലെ, കൂടുതൽ സമയം അവിടെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നേരിടുന്ന പോലെ പല തട്ടിപ്പുകൾക്കും വിധേയമാവുന്നുണ്ട്. ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. എനിക്ക് തന്നെ 2 കോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ തിരിച്ചറിയാം, നമ്മളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ആ സെഷനിലുണ്ടാവും. ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ തന്നെ നയിക്കുന്നത് ഈ മേഖലയിലെ വിദഗ്ധരായ വ്യക്തികളാണ്. എന്തായാലും ഈ ഒരു പരിപാടി നിലവിലിപ്പോൾ നടക്കുന്നത് കേസ് ഓട്ടോ, തിരുവനന്തപുരം കോർപ്പറേഷൻ, ശുചിത്വ മിഷൻ എന്നിങ്ങനെയുള്ള നിരവധി വകുപ്പുകളുടെയും അതുകൂടാതെ സ്ഥാപനങ്ങളുടെയും ഒരു ഒത്തുചേരലോടുകൂടിയാണ് ഈ ഒരു പരിപാടി നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി അംഗനവാടി ടീച്ചർമാരാണ് ഈ ഒരു പരിപാടി നിലവിലിപ്പോൾ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ എന്തൊക്കെയാണ്, അതായത് പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന പല കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും കേരളത്തിലുള്ള ജനങ്ങൾക്കും അതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് ഉൾപ്പെടെ അറിയാത്ത സാഹചര്യമാണുള്ളത്. താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ഈ ഒരു പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ രൂപം ലഭിക്കുവാൻ വേണ്ടിയാണ് ആദ്യഘട്ടം എന്നോണം ഇത്തരത്തിൽ അംഗനവാടി ടീച്ചർമാർക്ക് ഇത്തരത്തിലൊരു അവബോധ പരിപാടി അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടി നിലവിലിപ്പോൾ തലസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.